ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിൽ, ഞങ്ങളുടെ സ്വന്തം നാട് വയനാട്ടിലെ കാരാപ്പുഴ ഡാമിലാണ്. കാരാപ്പുഴ ഡാം ഇത് ക്ലിയറായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. നമ്മളൊരു ഈവനിങ് ടൈമിലൊക്കെയാണ് അവിടേക്ക് പോയത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുവാവ കരഞ്ഞതുകൊണ്ട് നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല. പിന്നീട് ഒരിക്കൽ ആ ഡാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അത് എല്ലാവരും കാണേണ്ട അതിമനോഹരമായിട്ടുള്ള ഒരു ഡാം തന്നെയാണ്. നമ്മുടെ വയനാട് എന്ന് തന്നെ പറഞ്ഞാൽ അറിയാലോ, അത്രയും കണ്ണ് കുളിർമ നൽകുന്ന ഒരുപാട് മായ കാഴ്ചകളുള്ള നാടാണ്. എൻ്റെ നാടിൻ്റെ സ്വന്തം പൊക്കിപ്പറയല്ല കേട്ടോ, അത് വരുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അവിടെ അതിൽ തന്നെ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാരാപ്പുഴ. ഇവിടെ ഉദ്യാനങ്ങൾ, നമ്മുടെ ഒരുപാട് റോസാപ്പൂക്കൾ, ഫ്ലവേഴ്സ്, ഒരുപാട് തരത്തിലുള്ള പൂക്കളുണ്ട്. പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് കണ്ണിന് കുളിർമ തരാൻ പറ്റിയ കാഴ്ചകൾ, മായ കാഴ്ചകൾ ഇവിടെ ഉണ്ട്. കുട്ടികളുടെ പാർക്കുണ്ട് കേട്ടോ, കുട്ടികളുടെ പാർക്ക്. അത് ആ കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുകയെ. നമ്മൾ പോയ സമയത്ത് അധികം ഈ ഉദ്യാനത്തിൽ അധികം ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊരു സീസൺ ആകുമ്പോഴാണ് ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാവുക. നമ്മൾ ഈ അടുത്താണ് പോയത്, അപ്പം അങ്ങനെ കാണാനൊന്നും പറ്റിയില്ല. പക്ഷെ എന്നിരുന്നാലും അതിമനോഹരമായ കാഴ്ചകളാണ് ഈ കാരാപ്പുഴ ഡാം പരിസരത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. കുട്ടികളുടെ പാർക്കിന് പുറമെ നാഷണൽ അഡ്വഞ്ചർ ഫൗണ്ടേഷൻ ഒരുക്കിയ സാഹസിക റൈഡുകളും സഞ്ചാരികൾ ഒരുപാട് ഇവിടെ ആകർഷിക്കുന്നുണ്ട്. ദൈനംദിനം ഒരുപാട് സഞ്ചാരികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. സിപ്പ് ലൈൻ, ജയൻറ്റ് സ്വിംഗ്, സ്പേസ് ടവർ തുടങ്ങിയ നിരവധി സാഹസിക വിനോദങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇതേ കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു ലോങ് വ്യൂ ആണ്. അടുത്ത് പോയിട്ട് നമ്മൾ വേറൊരു ദിവസം കാണിക്കാം കേട്ടോ. കുട്ടികൾക്ക് കൂടി കളിക്കാനും നമുക്ക് ഒരുപാട് ഇരുന്ന് വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കാനും ഒക്കെയുള്ള ഒരുപാട് നല്ല പച്ചപ്പ് ഇവിടെ ഉണ്ട്. നമ്മുടെ സ്വന്തം നാടായതുകൊണ്ട് നമുക്കറിയാം, കുറച്ച് കാലം മുമ്പ് വരെ ഈ കാരാപ്പുഴ ഡാം ഇതിൻ്റെ പരിസരമൊക്കെ ഒരുപാട് അവഗണനയുടെ മുൾമുനയിലായിരുന്നു കേട്ടോ. ഇന്ന് നിറമുള്ള കാഴ്ചകളുടെ, നല്ല കണ്ണിന് കുളിർമയുള്ള നിറമുള്ള വർണ്ണമായ കാഴ്ചകളുടെ ലോകമാണ് കാരാപ്പുഴ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, കുറേ വീഡിയോസൊക്കെ എടുത്ത് അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ മടങ്ങി കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവരും ഫ്രീ ആയിട്ട് കുട്ടികളുടെ വെക്കേഷൻ സമയത്തൊക്കെ എല്ലാവർക്കും ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കാരാപ്പുഴ.